മൂടക്കൊല്ലിയിലെ കർഷകനെ ആക്രമിച്ചു കൊന്ന നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ 6ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും കടുവ ഇപ്പോഴും കാണാമറയത്താണ്. കാപ്പിത്തോട്ടങ്ങളിൽ സ്ഥാപിച്ച 2 ക്യാമറകളിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന മേഖലയിൽ ഡ്രോണും 2 കുങ്കിയാനകളെയും ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നുണ്ട്. നരഭോജി കടുവയെ എത്രയും വേഗം പിടികൂടണമെന്നും ഇനി ആർക്കും ഈ ഗതി വരരുതെന്നും മരിച്ച പ്രജീഷിന്റെ സഹോദരൻ റിപ്പോർട്ടർ ടിവിയോട് പ്രതികരിച്ചു. അതിനെ എത്രയും പെട്ടെന്ന് പിടികൂടണം, അതിനെ കൊന്നുകളയെന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ആദിവാസി മേഖലയാണ്. എല്ലാവരും കൃഷിക്കാർ തന്നെയാണ്. എൻ്റെ അനിയനുണ്ടായ സംഭവം ഇനി മറ്റൊരു വ്യക്തിക്ക് ഉണ്ടാവരുത്. ഇത് ഇനി ഇവിടെ തുടർന്ന് പോകുന്നത് എല്ലാവർക്കും, എൻ്റെ നാട്ടുകാർക്ക് മൊത്തത്തിലുള്ള ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയാണ് അത്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് അതിനെ പിടികൂടണം, കൊല്ലണം. ഈ ജനങ്ങളെ ഭീതി ഒഴിവാക്കണം എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എനിക്ക് എൻ്റെ അനിയനെ സംബന്ധിച്ച് ഇനി മറ്റൊരു വ്യക്തിക്കും ഈ അനുഭവം ഉണ്ടാവരുത് എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. അതിനിടെ നരഭോജി കടുവയെ പിടികൂടാത്തതിൽ വനം വകുപ്പിനെതിരെ പ്രദേശവാസികൾക്കിടയിൽ പ്രതിഷേധമുയരുകയാണ്. സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടും വനം വകുപ്പ് നിഷ്ക്രിയമായി ദൗത്യം തുടരുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. സർക്കാർ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം വകുപ്പിന് എല്ലാ രീതിയിലുള്ള എല്ലാ സഹായങ്ങളും വനം വകുപ്പിനോട് എല്ലാം ഏൽപ്പിച്ചിട്ട് ഇന്നൊക്കെ 7ാമത്തെ ദിവസമാണ്. 7ാമത്തെ ദിവസത്തിൽ ഇന്ന് വരെയായിട്ടും കുങ്കിയാനകളെ വരെ കൊണ്ടുവന്ന് ഇന്നലെ 12 മണിക്കൂടെ കുങ്കിയാനകൾ എത്തിക്കുന്നു. ഇതെല്ലാം എത്തിച്ച് എല്ലാ ഫോഴ്സും ഡ്രോണും എല്ലാം ഉപയോഗിച്ച് സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആദിവാസികളെയും കൃഷിക്കാരെയും കൂലിപ്പണിക്കാരും എല്ലാവരും പട്ടിണിയിലേക്ക് പോകുന്നത്. ഇതാകെ കിട്ടുന്ന വിള പോലും ഇല്ലാണ്ടാവുകയാണ് ഇപ്പോൾ. അപ്പം അതിനു വേണ്ടിയിട്ട് എത്രയും വേഗം ഇതിനെ പിടിച്ച് കൊന്നിട്ടില്ല എങ്കിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ താൽക്കാലികം കഴിയും. 144 നിരോധനാജ്ഞയൊക്കെ ലംഘിക്കേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി വനം വകുപ്പ് എത്രയും വേഗം ഞങ്ങൾ ഇന്നുകൂടി നോക്കും. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പറയുന്ന പോലൊന്നുമല്ല, നാട്ടുകാരെല്ലാവരും ഇപ്പം സമന്വയം പാലിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇവിടെയുള്ള കുറുമ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ജനിച്ചു വളർന്നുള്ള എൻ്റെ അച്ഛനടക്കം ഞങ്ങളെല്ലാവരും ഒരുപാട് നായാട്ടും കാര്യങ്ങളും ഇതെല്ലാം കണ്ടിട്ടുള്ള ഞങ്ങളാണ്. ഞങ്ങളിൽ നല്ല വിദഗ്ധന്മാരിവിടെ ഉണ്ട്. അമ്പും വില്ലും എല്ലാം കൊണ്ടും ഞങ്ങൾ കൃത്യമായിട്ട് ഏത് സ്പോട്ടിൽ എത്തിക്കണമെങ്കിൽ വെച്ചാൽ അത് എത്തിക്കാനൊക്കെ സാധിക്കും. വെറുതെ വനം വകുപ്പിലൂടെ ചിറ്റ് ആൾക്കാരെയും ജനങ്ങളെയും ഒരു ആശയവിനിമയത്തിൽ എത്തിക്കുന്നതിൻ്റെ മുമ്പേ എത്രയും പിടിക്കണം. വേറെ ഓരോ അഭിപ്രായങ്ങൾ ഇതിലില്ല. ഇത് ആദിവാസികൾക്ക് കൃത്യമായിട്ട് അറിയാം. നേരത്തെ ഇന്ന് രാവിലെ അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് തന്നെ കാണിച്ചു തരാം, സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ട് 6 ദിവസമായിട്ടും കടുവയെ പിടികൂടിയിട്ടില്ല. സർവ്വസന്നാഹങ്ങളോടെ നിരന്തരമായ തിരച്ചിൽ നടക്കുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടാത്തത് പ്രദേശവാസികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.